ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ദേവസ്വം തലപ്പത്തേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ SIT ചോദ്യം ചെയ്തു. റിമാൻഡിൽ കഴിയുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനായി SIT ഉടൻ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. രണ്ടാം പ്രതി മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് അറിയുന്നു. SITയുടെ നിർണായക നീക്കങ്ങൾക്കിടെ തിരുവിതാംകൂറിന്റെ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരുകയാണ്. ഇനി എല്ലാ കാര്യത്തിലും വിജിലൻസ് SP-യുടെ മേൽനോട്ടം ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു SIT അന്വേഷിക്കുന്നു. നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ബോർഡ് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നത്, തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SP-യുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ, മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ, അവരുടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിൻ്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ. ഷബീദ് റാവുത്തർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. പറയൂ ഷബീദ്. SITയെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള സുധീഷ് കുമാർ, നമുക്കറിയാം അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. മാത്രവുമല്ല ഈ N. വാസുവിന്റെ PS ഒക്കെ ആയിരുന്നു സുധീഷ് കുമാർ. ആ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷണർ ചുമതല N. വാസു ഒഴിയുന്നത്. ശേഷം അതേ വർഷം തന്നെ നവംബറിൽ വീണ്ടും അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഏതായാലും ഈ കാലയളവിൽ അദ്ദേഹത്തിന് വന്നൊരു ഇമെയിൽ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അദ്ദേഹത്തിന്റെ PA ആയിരുന്ന സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ SIT SP ആയിട്ടുള്ള ശശിധരൻ നേരിട്ടെത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി N. വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്ന് പിന്നീട് N. വാസു സമ്മതിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ N. വാസുവിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല ഈ കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റു ചില നീക്കങ്ങൾ കൂടി ഇന്ന് നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ റിമാൻഡിലാണ് ഈ സുധീഷ് കുമാർ. സുധീഷ് കുമാറിന് വേണ്ടി ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. സുധീഷ് കുമാറിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കേസിൽ മറ്റു ചില രീതിയിൽ കൂടി കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് ഉന്നതതല ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അത് SIT സംഘത്തിനുണ്ട്. രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്കും ഇന്ന് SIT സംഘം കടക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനിടെ നിലവിൽ ഇപ്പോൾ റിമാൻഡിലുള്ള മുരാരി ബാബു, കേസിലെ രണ്ടാം പ്രതിയായിരുന്ന മുരാരി ബാബു, അദ്ദേഹം ഇന്ന് റാന്നി കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നും വിവരമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.